ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം, റൊട്ടി, നാൻ ഇതിലേക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പനീർ കറി ഉണ്ടാക്കാം. പനീർ കഴിക്കുന്ന ഒരുവിധം എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീർ ഇതാ ഈ ഒരു സൈസിൽ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പനീർ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പനീറിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് ക്യാപ്സിക്കം, സവോള, തക്കാളി ഇതൊക്കെ അരിഞ്ഞെടുക്കാം. സവോള ഞാൻ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സീഡ് കളഞ്ഞിട്ട് എടുക്കണം. 4 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ കസൂരി മെത്തി, ഒരു 3/4 ടീസ്പൂൺ പൊടിച്ച ജീരകം, 1/2 ടീസ്പൂൺ പൊടിച്ച കുരുമുളക്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായി ഇളക്കിയിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ക്യാപ്സിക്കം, സവോള ഇതെല്ലാം കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ പനീറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കണം. എല്ലാം നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഉപ്പും എരിവും മസാലയൊക്കെ അതിൽ നന്നായി പിടിക്കട്ടെ. ഇനി ഇതിലേക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് എടുക്കാം. അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തൈര് നല്ല മിക്സ് ആക്കിയിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണം. നന്നായി മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു കാഷ്യൂ പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള പനീർ, ക്യാപ്സിക്കം, തക്കാളി, സവോള ഇതെല്ലാം കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ നമുക്കിത് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളയും തക്കാളിയും ക്യാപ്സിക്കൊന്നും ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിവാക്കണമായിരിക്കും നല്ലത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം എല്ലാം നന്നായി വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഇനി ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ പച്ചമുളകും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ തൈരിൻ്റെ മിക്സ് ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. നല്ല ഉണ്ടാക്കിയെടുക്കാനോ വളരെ എളുപ്പമാണ്. ഒരു പാർട്ടിയോ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവുമ്പോൾ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഈ കറി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗ്രേവി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഗ്രേവി നന്നായി തിളച്ച് വന്നാൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പനീർ, ക്യാപ്സിക്കം, തക്കാളി, സവോള ഇതെല്ലാം കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കി എടുക്കുമ്പോൾ പനീർ പൊടിഞ്ഞു പോകാതെ നോക്കണേ. ഫ്രഷ് ആയിട്ടുള്ള പനീറാണെങ്കിൽ അത്ര പെട്ടെന്ന് പൊടിയില്ല. പക്ഷേ 2-3 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള പനീറാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിയാനുള്ള സാധ്യത ഉണ്ട്. നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. നന്നായി തിളച്ചിട്ട് അതിലത്തെ ആ നെയ്യൊക്കെ ഒന്ന് പിരിഞ്ഞു വരട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. നന്നായി തിളച്ച് അതിലത്തെ നെയ്യൊക്കെ ഒന്ന് പിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ തിളച്ച് പറ്റിയിട്ട് പാകത്തിനായിട്ടുണ്ട്. തക്കാളിയും ക്യാപ്സിക്കം ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല പാകത്തിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് ചേർക്കാം. കാഷ്യൂ നട്ട് അരയ്ക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിന്ന് കുറച്ച് ഗ്രേവി അധികമുള്ള കറിയാണ് വേണ്ടത്. ഡ്രൈ ആയിട്ടുള്ള കറി മതിയെങ്കിൽ കാഷ്യൂ നട്ട് അരയ്ക്കുമ്പോൾ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടെ നന്നായി മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. കാഷ്യൂ പേസ്റ്റ് ചേർത്തതുകൊണ്ട് തന്നെ 1-2 പ്രാവശ്യം തിളയ്ക്കുമ്പോഴത്തേനും ഈ കറി നല്ല തിക്കായിട്ട് വരും. ഇപ്പം കറി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി നമ്മളുടെ കയ്യിലിട്ടിട്ട് നന്നായി തിരുമ്മി പൊടിച്ചിട്ട് ഈ കറിയിലേക്ക് ചേർക്കാം.
കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഒക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. ഈ കസൂരി മേത്തി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മളെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചപ്പോഴത്തേനും നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ട് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നെയ്യ് പാടെ ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പനീർ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.